2026 എന്ന പുതുവർഷം തുടങ്ങി ഒരു മാസം കഴിയുമ്പോഴേക്കും തന്നെ 3 വാഹനങ്ങളാണ് ഇന്ത്യൻ റോഡുകളിൽ കത്തി അമർന്നത്. അതിലൊരു വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയില്ലെങ്കിലും മറ്റ് 2 വണ്ടികളും ഇലക്ട്രിക് കാറുകളാണെന്നുള്ളതാണ് വ്യത്യസ്തത. കയ്യിൽ നിന്ന് പോയി ആശാൻ. യൂറോപ്യൻ ആഡംബര കാർ നിർമ്മാണ കമ്പനിയായ പോർഷയുടെ ടൈക്കാൻ എന്ന ഇലക്ട്രിക് വാഹനമാണ് ആദ്യം കത്തി. രണ്ടാമത് കത്തിയത് മഹീന്ദ്രയുടെ ഇലക്ട്രിക് കാറായ BE6 ആണ്. 2024 ഇറങ്ങിയ മഹീന്ദ്രയുടെ ആദ്യ ഇലക്ട്രിക് കാറായ BE6 റേഞ്ച് കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും അതുപോലെ തന്നെ ലുക്ക് കൊണ്ടും എല്ലാവരും അത്ഭുതപ്പെടുത്തിയ ഒരു കാറിൽ ഒന്നാണ്. ഇനി മഹീന്ദ്രയുടെ കാറ് കത്തിയതിനു ശേഷം ഉണ്ടായ 2 ട്വിസ്റ്റുകളിലേക്ക് വരാം. ഈ ഇൻസിഡന്റ് നടന്നതിന് ശേഷം മഹീന്ദ്ര അവരുടേതായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിന്റെ ഒരു റിസൾട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. മഹീന്ദ്ര പറയുന്നത് ടയർ ഡീഫ്ലൈറ്റ് ആയതിനു ശേഷം വാണിംഗ് വന്നു. അതിനുശേഷം ഓവർ ഹീറ്റ് വാണിംഗ് വന്നിട്ടും ഗൗനിക്കാതെ വണ്ടി 60 km/h 10 മിനിറ്റോളം ഓടിച്ചതാണ് ഈ കത്തലിന് കാരണമായതെന്നാണ്. അവരുടെ മോട്ടറിലോ ബാറ്ററിയിലോ അതേപോലെ തന്നെ ഡിസൈനിലോ യാതൊരു ഫോൾട്ടും ഇല്ല. സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം കൃത്യസമയത്ത് തന്നെ അലേർട്ടായി വർക്ക് ചെയ്തതെന്നാണ് മഹീന്ദ്ര പറയുന്നത്. മാത്രമല്ല കത്തിയതിനു ശേഷവും അതൊക്കെ ഫംഗ്ഷണൽ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി രണ്ടാമത്തെ ട്വിസ്റ്റിലേക്ക് വരാം. ഈ വാഹനം കത്തി അമർന്നപ്പോഴും അതിന്റെ ഹസാർഡ് ലൈറ്റ് ഫംഗ്ഷണൽ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യസ്തത. വണ്ടി കത്തി അമരുന്നത് വരെ ഈ ലൈറ്റ് കത്തിക്കൊണ്ടേയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലും കാണാം. തന്നെ കൊണ്ടു നടക്കുന്ന തന്റെ മോലാളി കത്തിയിരിക്കുന്നുണ്ടായിട്ടും അതൊന്നും ഗവനിക്കാതെ തന്നെ ഏൽപ്പിച്ച പണി കൃത്യമായി നിറവേറ്റിക്കൊണ്ട് ഹസാർഡ് ലൈറ്റ് മാതൃകയെന്നുള്ളതാണ് മറ്റൊരു ട്വിസ്റ്റ്. മഹീന്ദ്രയുടെ ഈ വാദത്തെ നിങ്ങൾ തള്ളിക്കളയുന്നുണ്ടോ അതോ നിങ്ങൾക്ക് തോന്നുന്ന ട്വിസ്റ്റ് എന്താണെന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തുക.